കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പന്തളം സ്വദേശി ആകാശ്, കുറുവ സ്വദേശി അനീഷ്, കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. 12 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു. വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയിലേക്കാണ്. ശാലിനി, ഇന്നലെ കേരളം കണ്ടത് നടുക്കത്തോടെയുള്ള വാർത്തകൾ, കണ്ണീർ കടലാകുന്ന ദൃശ്യങ്ങൾ ഒക്കെ തന്നെയാണ്. ഇന്നലെ 12 പേർക്കാണ് ജന്മനാട് കണ്ണീരോടെ വിട നൽകിയത്. ഇന്ന് 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. എവിടെയൊക്കെയുള്ളവരുടെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു കണ്ണീർ വെള്ളിയായിരുന്നു ഇന്നലെ തലസ്ഥാനമടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പരിപാടികളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെ മാറ്റിവെച്ച് 23 പേർക്കും നാട് വിടചൊല്ലിയ ദിവസമാണ്. അതിൽ 12 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്നലെ വിവിധ ജില്ലകളിൽ നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 2 മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 2 പേരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തലസ്ഥാനത്ത് എത്തിച്ചു. തിരുവനന്തപുരം വർക്കല സ്വദേശി ശ്രീജേഷിന്റെ മൃതദേഹം രാത്രി 7 മണിയോടുകൂടി സംസ്കാരം പൂർത്തീകരിച്ചു. ഒപ്പം തന്നെയാണ് നെടുമങ്ങാട് സ്വദേശി അരുൺകുമാറിന്റെ സംസ്കാരവും ഇന്നലെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മൃതദേഹങ്ങളും ഇന്നലെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവരാണ് കൊച്ചിയിൽ ഏറ്റുവാങ്ങുകയും ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മന്ത്രിമാർ, ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവരും ഒരു അനുശോചനം രേഖപ്പെടുത്തുകയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് ഈ സംസ്കാരം നടന്ന 2 വീട്ടുകളിലും, വർക്കലയിലെ വീട്ടിലും ഒപ്പം തന്നെ നെടുമങ്ങാട് വീട്ടിലും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ എത്തുകയും സന്ദർശനം നടത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട് കണ്ണീരോടെ ബാക്കി 12 പേർക്ക് വിട ചൊല്ലാനുള്ള തയ്യാറെടുപ്പിലേക്കും ഒക്കെ ഒരുങ്ങുകയാണ്. ഇന്ന് 4 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒന്ന് പന്തളം സ്വദേശി ആകാശ്, ഒപ്പം തന്നെ കുറുവ സ്വദേശി അനീഷ്, കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. നാളെയും തിങ്കളാഴ്ചയുമായി മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് പ്രവാസി മലയാളികളുടെയും ഈ മരണപ്പെട്ട ആളുകളുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് കുടുംബങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തെ 2 പേർ അടക്കമുള്ള മുഴുവൻ ഭൗതികദേഹങ്ങളും ഇന്നലെ 10:30 കൊച്ചിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും ഡൽഹിയിലേക്കും അടക്കം 14ഓളം മൃതദേഹങ്ങൾ ഡൽഹിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. നാട് വലിയ രീതിയിൽ ആദരം നൽകി തന്നെയാണ് ഈ ഭൗതികദേഹങ്ങളുടെ എല്ലാം സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ ഒരു കുവൈറ്റ് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. നോർക്കയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞവരെ ഏതെങ്കിലും തരത്തിൽ നാട്ടിലെത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇന്ത്യൻ എംബസിയും നോർക്കയും നടത്തി വരികയാണ്. ആരോഗ്യനില തൃപ്തികരമായവർക്ക്, അത്തരത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള പൂർണ്ണ സഹായം നോർക്കയുടെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദരം അർപ്പിക്കുന്നു, ഒപ്പം തന്നെ അനുശോചന യോഗങ്ങളും അനുശോചനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള കൈത്താങ്ങ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം, ഒപ്പം തന്നെ വിവിധ പ്രവാസികളുടെയും വിവിധ പ്രമുഖ വ്യവസായികളുടെയും ഒക്കെ തന്നെ സഹായ ഹസ്തങ്ങൾ ഈ കുടുംബങ്ങൾക്ക് നേരെ എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ചിലർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ള വലിയ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് നടപ്പാക്കി നൽകും എന്നുള്ള ഉറപ്പൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ വീടും കുടുംബവും നോക്കാനായി വീടും വീട്ടുകാരെയും വിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെയും അമ്മയും അച്ഛനെയും ഒക്കെ വിട്ട് പ്രവാസം സ്വീകരിച്ചവരാണ് ഈ വിയോഗത്തിലേക്ക് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റ് മലയാളി സംഘടനകൾക്കും ഒക്കെയുണ്ട്. എന്തായാലും ഇന്ന് 4 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. ബാക്കി സംസ്കാരങ്ങൾ നാളെയും തിങ്കളാഴ്ചയുമായി നടക്കുകയും ചെയ്യും. എന്തായാലും ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടും ആഘോഷങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും സംസ്ഥാന സർക്കാരും ഈ ഒരു അനുശോചനത്തിന്റെ ഭാഗമാവുകയാണ്. ഒപ്പം തന്നെ അവർക്ക് ആദരം അർപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള പിന്തുണയും ഈ കുടുംബങ്ങൾക്ക് നേരിട്ട് തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ശാലിനി പറഞ്ഞതുപോലെ തന്നെയാണ്, ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് സ്വപ്നങ്ങൾ നെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാട്, സ്വന്തം നാട് വിട്ട് അവർ പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയത്. ആ 23 പേർക്കാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത്. സ്വപ്നങ്ങളൊക്കെ തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ ഇനി
മടക്കയാത്ര നടത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. അവർക്കിനി വേണ്ടത്, അവരുടെ കുടുംബങ്ങൾക്കിനി വേണ്ടത് അവരെ ചേർത്ത് വയ്ക്കുക, അവർക്കൊപ്പം നിൽക്കുക, അവർക്ക് കൈകൊടുത്ത് മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒത്തൊരുമിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതും ഇനിയുള്ള ദിവസങ്ങളിലും അത് തുറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും.